ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ പര്യടനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഉത്തരാഖണ്ഡിൽ 8,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 27 ഉയർന്നു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രഞ്ജി ട്രോഫിയിൽ സൌരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് 1ാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്കോളൻ പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി ലുവാണ്ടയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ള ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ട് ഇരു നേതാക്കളും സമഗ്രമായ ചർച്ചകൾ നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ഔപചാരികമാക്കുന്നതിനായി ഇരുപക്ഷവും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യും. ഉത്തരാഖണ്ഡിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 8,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടിവെള്ളം, ജലസേചനം, സാങ്കേതിക വിദ്യാഭ്യാസം, ഊർജ്ജം, നഗരവികസനം, കായികം, നൈപുണ്യ വികസനം എന്നിങ്ങനെ നിരവധി പ്രധാന മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് ഈ പദ്ധതികൾ. കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജ് പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം ചടങ്ങിൽ സംസാരിച്ചു. ഭാരത് സർക്കാർ ബോർഡർ पर वाइब्रेंट विलेज योजना पर कितना जोर दे रही है। मैं चाहता हूं कि उत्तराखंड का हर वाइब्रेंट विलेज खुद में एक छोटा पर्यटन केंद्र बने, वहां होम स्टे बने, स्थानीय भोजन और संस्कृति को बढ़ावा मिले. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഉമ്മന്നൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം, മാറാമ്പാറ ടൂറിസം പദ്ധതി, പഴിഞ്ഞം ഉമ്മന്നൂർ ഗ്രാമീണ റോഡ് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയാണ് മന്ത്രി വിലയിരുത്തിയത്. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 27 ഉയർന്നു. വ്യവസായ മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക അവലോകനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്ക്. 48 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചവറ KMML ആണ് ഏറ്റവും അധികം പ്രവർത്തന ലാഭം ഉണ്ടാക്കിയത്. കാട്ടാന ശല്യം നേരിടുന്ന കുതിരാനിൽ മന്ത്രി K രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്കേൽക്കുകയും വനംവകുപ്പിന്റെ ജീപ്പ് നശിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സന്ദർശനം. പ്രദേശവാസികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തി ആനയെ പിടികൂടാനുള്ള നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. പാലക്കാട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ 3ാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മലപ്പുറം ജില്ല 1ാമത് തുടരുന്നു. കണ്ണൂരും കോഴിക്കോടുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ശാസ്ത്രോത്സവം നാളെ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രവൃത്തി പരിചയമേള പൂർത്തിയായി. നാളെ ഹയർ സെക്കൻഡറി തല പ്രവൃത്തി പരിചയമേള നടക്കും. പാലക്കാട് നഗരത്തിലെ 6 സ്കൂളുകളിലായി പുരോഗമിക്കുന്ന ശാസ്ത്രോത്സവത്തിൽ 8,500 വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ശാസ്ത്രരംഗത്തെ പുതിയ ആശയങ്ങളും മാതൃകകളും ശ്രദ്ധേയമാവുകയാണ്. ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയമേളയിലെ ഒരു പ്രധാന മത്സര ഇനമായി മാറിയ പാവകളിക്കുള്ള പാവകളുടെ നിർമ്മാണവും പാവകളി അവതരണവും ഹൈസ്കൂൾ വിഭാഗം ഇന്ന് പൂർത്തിയായി. വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനം മന്ത്രി AK ശശീന്ദ്രൻ തൃശൂർ പീച്ചിയിൽ നിർവഹിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് 3 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയ്ക്ക് അനുമതി ലഭ്യമായതെന്ന് മന്ത്രി പറഞ്ഞു. ജനുവരി 15ഓടെ സംയുക്ത പരിശോധന പൂർത്തിയാക്കി ജനുവരി 30ഓടെ അർഹരായവർക്ക് പട്ടയങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്ന് വൈകിട്ട് 6 മണിവരെ 64,40,50,000 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. നവംബർ 25-നുള്ളിൽ SIRന്റെ ആദ്യഘട്ടമായ എന്യൂമറേഷൻ ഫോം വിതരണം BLOമാർ പൂർത്തീകരിച്ചിരിക്കണമെന്നും BLOമാരുടെ പ്രകടനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും ഡോക്ടർ രത്തൻ യു കേൽക്കർ നിർദ്ദേശിച്ചു. അതിനിടെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ പ്രാക്തന ഗോത്ര ഉന്നതിയായി കുറുക്കത്തിക്കല്ല് അഗളി IHRD കോളേജ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശോധന നടന്നത്.
തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതി പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. പ്രസവത്തിനായി SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശിവപ്രിയ പ്രസവശേഷം ഇക്കഴിഞ്ഞ 25-ന് ആശുപത്രി വിട്ടെങ്കിലും പിന്നീട് രോഗബാധിതയാകുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ബീഹാറിലുടനീളം സജീവമായി. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴ തുടരുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. രഞ്ജി ട്രോഫിയിൽ സൌരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് 1-ാം ഇന്നിംഗ്സ് ലീഡ്. 2-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ സൌരാഷ്ട്ര 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ കേരളത്തിന്റെ 1-ാം ഇന്നിംഗ്സ് 233 റൺസിന് അവസാനിച്ചിരുന്നു. നിലവിൽ കേരളം 26 റൺസ് ലീഡിലാണ്. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കനത്ത ജാഗ്രത. ഗ്രാമപഞ്ചായത്ത് തല ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നാളെ ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോടഞ്ചേരി മുണ്ടൂരിൽ ഒരു ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച് 30ഓളം പന്നികൾ ചത്ത സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 20ഓളം പന്നികൾ അസ്വാഭാവികമായ രീതിയിൽ ചത്ത് ശ്രദ്ധയിൽപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപന്നിയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട്. കാട്ടുപന്നിയിൽ നിന്നാണ് രോഗം പടരുന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം. നാളെ രാവിലെ 10 മണിക്ക് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ പന്നി ഫാം നടത്തുന്നവർ, പന്നി മാംസ വിൽപ്പനക്കാർ തുടങ്ങിയവർക്കായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. മുൻ DGP R ശ്രീലേഖ, പത്മിനി തോമസ്, BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് എന്നിവർ മത്സരരംഗത്തുണ്ട്. റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ ജിൻഡോ KP അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ആവശ്യപ്രകാരമാണ് പാടിയത്. ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമാണ് പാടിയത്. സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ കട്ടപ്പനയിൽ പറഞ്ഞു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MR രഘുചന്ദ്രബാലിന് വിട. ഭൌതികദേഹം തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ കുടുംബ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് അന്തരിച്ച കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ VP മഹാദേവൻ പിള്ളയുടെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ശാന്തി കവാടത്തിൽ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കൻ പര്യടനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഉത്തരാഖണ്ഡിൽ 8000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 27 ഉയർന്നു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രഞ്ജി ട്രോഫിയിൽ സൌരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് 1-ാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.